എല്ലാവരും പോകുവാൻ കാത്തിരിക്കും, സെമിത്തേരിയിലെ കുഴി മാന്തുവാൻ. പതിവ് പോലെ മണ്ണ് മാറ്റാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ മഠത്തിലെ ഗീതാ സിസ്റ്റർ എന്നെ കയ്യോടെ പിടിച്ചു. എന്തിനാ മോളെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നേ? വാ പോകാം. ഞാൻ എൻ്റെ അമ്മച്ചിയെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് മൂടിക്കോളാം. എന്നെ കാണാതെ അമ്മച്ചി വല്ലാതെ വിഷമിക്കുന്നുണ്ടാകും. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സിസ്റ്റർ പറഞ്ഞു, മോൾ എന്തിനാ കരയുന്നേ? നീ ഭാഗ്യവതിയാ. നിന്റെ അമ്മച്ചിയെ ദൈവം നേരത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്നോ? എല്ലാ സമയവും നിന്റെ കൂടെ ഉണ്ടാകാനും നീ ഓരോ ചുവട് വെക്കുമ്പോഴും നിനക്ക് താങ്ങായും തണലായും കൂടെ ഉണ്ടാകാനും വേണ്ടിയാണ്. നീ എന്താഗ്രഹിച്ചാലും നിന്റെ അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മ ദൈവത്തോട് ചോദിച്ച് വാങ്ങിത്തരും. ഞങ്ങൾക്കൊക്കെ അമ്മയുണ്ട്. ജീവിച്ചിരിക്കുന്ന അമ്മമാർക്ക് പ്രത്യക്ഷത്തിൽ മാത്രമേ സഹായിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ മോളുടെ അമ്മയ്ക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സദാസമയവും ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്തും സാധിച്ചു തരും. അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി മേലാൽ കുഴി മാന്തുവാനൊന്നും പോകേണ്ട. എന്നെ മഠത്തിൽ കൊണ്ടുപോയി ചായ തന്നിട്ടാണ് വീട്ടിലേക്ക് വിട്ടത്. സിസ്റ്ററിന്റെ ഈ വാക്കുകൾ എനിക്ക് ശാന്തിയും ധൈര്യവും സംരക്ഷണവും തന്നു. അന്നാദ്യമായി അമ്മച്ചി മരിച്ചതിന്റെ 12-ാം നാൾ ഞാൻ സമാധാനമായി കിടന്നുറങ്ങി. അമ്മച്ചി സെമിത്തേരിയിലല്ല, എന്റെ കൂടെയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ മുറിയിൽ മിന്നാമിനുങ്ങുകൾ പറക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മിന്നാമിനുങ്ങുകളിലൂടെ ഞാൻ എൻ്റെ അമ്മച്ചിയെ കാണാൻ തുടങ്ങി. ബൈബിളിൽ പറയുന്നത് പോലെ, സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ച എൻ്റെ അമ്മച്ചിയും ഈശോയുടെ അടുക്കൽ ഉണർന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ശനിയാഴ്ചയാണ് അമ്മച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. തിങ്കളാഴ്ച ഓപ്പറേഷൻ. 2 ദിവസത്തിന് ശേഷം അമ്മച്ചിയുടെ പച്ച ഉടുപ്പ് മാറ്റി ചട്ടയും മുണ്ടും ഉടുപ്പിച്ചു. അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോകുമായിരുന്നു. എങ്കിലും എഴുന്നേൽക്കുമ്പോൾ എന്നെ തിരക്കും. ഞാൻ എപ്പോഴും അടുക്കൽ തന്നെ ഉണ്ടാകും. അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓമനക്കുട്ടാ, നോക്കിയേ, ഒത്തിരി മാലാഖമാർ വെള്ളയുടുപ്പിട്ട് ദാ അവിടെ നിൽക്കുന്നു. എന്തു ഭംഗിയാ കാണാൻ. വാ, കാണിച്ചു തരാം. ഞാൻ അടുത്തുള്ള ബെഡിൽ നിന്നും ചാടി എണീറ്റ് അമ്മച്ചിയുടെ തലയ്ക്കൽ ചെന്ന് നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. എന്നെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിച്ചു. വീണ്ടും എന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞു, മാലാഖമാർ. അമ്മച്ചി കാണിച്ചു തന്ന സ്ഥലത്തേക്ക് ഞാൻ നോക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ബൾബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാനൊന്നും കാണുന്നില്ല. അമ്മച്ചി അവരെ നോക്കി ചിരിക്കുവാൻ തുടങ്ങി. മാലാഖമാർ ചുറ്റും വന്നു നിൽക്കുന്നു എന്ന് അമ്മച്ചി പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞു, ഓമനക്കുട്ട, എനിക്ക് വെള്ളം വേണം. ഞാൻ വെള്ളം കൊടുക്കാൻ ചെന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മ വെച്ചു. ഞാനും കുറേ ഉമ്മ വെച്ചു. ഗ്ലാസ് വെക്കാൻ ഞാൻ തിരിഞ്ഞപ്പോൾ എന്റെ ചേച്ചി അമ്മച്ചി അമ്മച്ചി എന്ന് വിളിക്കുന്നു. അമ്മച്ചി ഉറങ്ങിപ്പോയി കാണും എന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചി നഴ്സിംഗ് റൂമിലേക്ക് ഓടി. ഞാൻ നെറ്റിയിലുണ്ടായിരുന്ന മുടി മാറ്റി അമ്മച്ചിയെ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറെ നഴ്സുമാരും ഡോക്ടർമാരും എല്ലാവരും കൂടി റൂമിലേക്ക് വന്നു. അവർ നെഞ്ചിലും കാലിലും കയ്യിലുമൊക്കെ എന്തോ ചെയ്യുന്നു. ആ സമയം ചേച്ചി എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. നമ്മുടെ അമ്മച്ചി നമ്മളെ വിട്ടു പോയി കുട്ട എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് അമ്മച്ചിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചാൽ അമ്മച്ചി എണീക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ഒരു നഴ്സ് എന്നെ മാറ്റിയിട്ട് അമ്മച്ചിയുടെ തുറന്നിരുന്ന കണ്ണുകൾ അടച്ചു. ഇതൊന്നും അറിയാതെ എന്റെ 3 ചേട്ടന്മാരും പതിവ് പോലെ പശുവിനെ കറന്ന് പാല് കാച്ചി ഹോസ്പിറ്റലിലേക്ക് വന്നു. അവർ മുറിയിലേക്ക് ഓടിക്കയറി വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ചയാണ് കാണുന്നത്. മൂത്ത ചേട്ടൻ ഡിഗ്രി പഠിക്കുന്നു. താഴെ താഴെ എല്ലാവരും പഠിക്കുന്നു. ഏറ്റവും ഇളയവളായ ഞാനും പഠിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ എല്ലാവരും പകച്ചുപോയി. അമ്മച്ചിയുടെ ബോഡിയുമായി വീട്ടിൽ ചെന്നപ്പോൾ പശുവും പട്ടിയും ഒക്കെ കരയുകയായിരുന്നു. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ അമ്മച്ചിയുടെ കുഴിമാടം ആരും കാണാതെ മാന്തുക എന്റെ പതിവായി.
അമ്മച്ചി മരിക്കുന്നതിന് തൊട്ടു മുൻപ് എന്നെ കാണിച്ചു തന്ന മാലാഖമാർ അമ്മച്ചിയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അമ്മച്ചിയെ കാണുന്നത് ഞാൻ മിന്നാമിനുങ്ങുകളിലൂടെയാണ്. ഞാൻ ഓർക്കുമ്പോഴെല്ലാം എൻ്റെ വേദനകളിലും സങ്കടങ്ങളിലുമെല്ലാം മിന്നാമിനുങ്ങുകൾ കൂടെയുണ്ട്. ഇപ്പോഴും അമ്മച്ചിയുടെ ഓർമ്മ ദിവസം മിന്നാമിനുങ്ങുകൾ എൻ്റെ ബെഡ്റൂമിൽ ഉണ്ടാകും. അമ്മച്ചിയെ ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല. എൻ്റെ വിഷമാവസ്ഥയിലും രോഗാവസ്ഥയിലും ഞാൻ അമ്മച്ചിയെ തിരയുമ്പോൾ മിന്നാമിനുങ്ങിന്റെ രൂപത്തിൽ അവ എന്നെ പൊതിയാറുണ്ട്. അവ എൻ്റെ വസ്ത്രത്തിൽ പിടിച്ചിരിക്കും. അമ്മച്ചി മരിക്കുന്നതിന് തൊട്ടു മുൻപ് എന്നെ കാണിച്ചു തന്ന മാലാഖമാരെ ദൈവം വിട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിച്ചിരിക്കുന്ന എല്ലാ അമ്മമാരെക്കാൾ കൂടുതൽ സംരക്ഷണവും കരുതലും എനിക്ക് തരുവാൻ എൻ്റെ അമ്മച്ചിക്ക് സാധിക്കുന്നുണ്ട്. അമ്മച്ചിയുടെ മരണശേഷം എനിക്കും മരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചി ഞാൻ കാണാതെ കൈകൾ കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു. അതിനുശേഷം രാത്രിയോ പകലോ എവിടെയും പോകാൻ എനിക്ക് നല്ല ധൈര്യം കിട്ടുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പോലെ മൈ മദർ ഈസ് മൈ സ്ട്രെങ്ത്. ഇപ്പോഴും ഞാൻ ഏത് പള്ളിയിൽ പോയാലും സെമിത്തേരിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടേ പോരാറുള്ളൂ. അപ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരാളുടെ മരണശേഷം സ്വർഗത്തിലിരുന്ന് അവർ സദാസമയവും നമുക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുകയും നമ്മെ നേരായ ദിശയിലേക്ക്, അതായത് ദൈവത്തിന്റെ പ്രത്യാശയുടെ ചിന്തകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു.